ഹലോ ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ? അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസിന് ഒരു വെറൈറ്റി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഗസ്റ്റിനൊക്കെ ഒന്ന് ഞെട്ടിച്ചാലോ? അപ്പോൾ ബാ, നമുക്കൊരു അടിപൊളി ചിക്കൻ ക്രീമി സോസേജ് നൂഡിൽസ് ഉണ്ടാക്കാം. ആക്ച്വലി ഈ ഡിഷ് ശരിക്കും എന്താ പറയുക, നമ്മൾ പാസ്ത വെച്ചിട്ട് ഉണ്ടാക്കണ്ടേ. ഞാൻ പാസ്ത നോക്കിയപ്പോൾ വളരെ കുറച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ നൂഡിൽസ് ആക്കാമെന്ന് വെച്ചു. നമ്മളോടല്ല കളി, കോഴിയില്ലെങ്കിൽ പൂത്താകരി എന്ന് പറഞ്ഞ പോലെ നൂഡിൽസ് കിട്ടി, പാസ്തയ്ക്ക് ചെയ്തപ്പോൾ അതെടുത്തു, അത്ര തന്നെ. അപ്പോൾ കിട്ടിയത് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ സോസേജ് നമ്മളിവിടെ ക്ലീൻ ചെയ്യാം കേട്ടോ. അതിന് റാപ്പിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞ് ജസ്റ്റ് കട്ട് ചെയ്യാണ്. ഇത് ഓൾറെഡി മാരിനേറ്റഡ് ആയിട്ടുള്ള സോസേജാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട സോസേജൊക്കെ കട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു വലിയ സവാള, ഒരു വലിയ ക്യാപ്സിക്കം. പിന്നെ സവാളയും ക്യാപ്സിക്കൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു വലിയ സവാള എടുത്ത് നോക്കുന്നത്, അത് ജസ്റ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്യുക, കുറച്ച് വലിയ ക്യൂബായിട്ട് കട്ട് ചെയ്യുക, ഈ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. അതുപോലെ തന്നെ ക്യാപ്സിക്കം അതെ, ഈ ചില്ലി ചിക്കന് കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് വലുതാക്കി ക്യൂബായി കട്ട് ചെയ്യുക. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി, അത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. നമ്മുടെ സോസേജൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്റ്റൗവൊക്കെ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സോസേജ് ഫ്രൈ ചെയ്യാൻ ബട്ടറിലാട്ടോ ഫ്രൈ ചെയ്യുന്നത്. വളരെ കുറച്ച് ബട്ടർ മതി, നമുക്കിത് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യണ്ടോ. അപ്പോൾ ബട്ടർ വരട്ടിയ പാനിലോട്ട് നമ്മൾ സോസേജൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആവണവരിക്കും, ഒരു സൈഡ് ശരിക്കും ഒന്ന് ഫ്രൈ ആവണവരിക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗമൊന്നും ആവാനായിട്ട് പതുക്കെ. അത് കഴിഞ്ഞാൽ ഒരു സൈഡ് ശരിക്കും ഫ്രൈ ആയി തുടങ്ങിയാൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. നല്ലോണം മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പോ ഒന്നും ചേർക്കണില്ല, ഇത് കുരുമുളകും ഉപ്പൊക്കെ ആയിട്ട് മാരിനേറ്റഡ് ആയിട്ട് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് പറവായിപ്പോൾ കോരി മാറ്റുക. ഇനി അതേ പാനിലോട്ട് വീണ്ടും കുറച്ച് ബട്ടർ കൂടിയും ചേർക്കാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ സവാള ഇട്ട് കൊടുത്തു, ഇനി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ശരിക്കും നല്ല കളർ വരണം, നല്ല ബ്രൗൺ കളറാവണം. നമ്മൾ നൈസായിട്ട് കരിയുമ്പോൾ ക്രിസ്പി ആയിട്ട് വരുമല്ലോ സവാള, അതുപോലെ കിട്ടുന്നില്ലേ, അത് സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രൈ ചെയ്താലും. അപ്പോൾ ഇവിടെ സവാളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഇത് നുള്ളു ഉപ്പിട്ടിട്ടുള്ളൂ. ബട്ടറും സോൾട്ടഡ് ബട്ടറായിരുന്നു. അപ്പോൾ ബട്ടറിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. പിന്നെ സവാള വലുതായി ഇത് കോരി മാറ്റി വയ്ക്കുക. അത് കളർ കണ്ടോ, നല്ല ബ്രൗൺ ആയിട്ട്. ഇനി അതേ പാനിലോട്ട് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം നല്ലോണം വറവാവണം. ക്യാപ്സിക്കത്തിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി വരുന്നു, അതിൻ്റെ പുറത്ത് ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡൊക്കെ വരണം, അത്രയും ആവണമെന്നിലേക്ക് വറുക്കാം. വറുത്ത് ഞാനിപ്പോൾ ഇത് കോരി മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം പാനിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. തിളച്ച വെള്ളത്തിലോട്ട് നൂഡിൽസ് എടുക്കാം. ഞാനിവിടെ 4 പാക്കറ്റ് നൂഡിൽസ് ആയിട്ട് എടുത്ത് നോക്കുന്നത്. നൂഡിൽസ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 2 മിനിറ്റ് മതി കേട്ടോ. നിങ്ങൾക്ക് പാസ്ത വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്ത ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. പാസ്ത ശരിക്കും വന്നതിനേക്കാളും ടേസ്റ്റ്. അവൻ്റെ നൂഡിൽസ് വെന്ത് തുടങ്ങിയിട്ട് ഇളക്കി നോക്കി. ഇപ്പോൾ വേവൊക്കെ ആയിട്ട് നമുക്ക് ഇനി ഇത് പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഊറ്റി മാറ്റി വയ്ക്കാം. പച്ചവെള്ളത്തിൽ കഴുകുമ്പോൾ ഊറ്റി മാറ്റുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററാണ്, അത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ നൂഡിൽസ് പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പാസ്തയിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റി മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ പാനിലോട്ട് കുറച്ച് വെളുത്തുള്ളി, നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇല്ലേ, അത് 8-10 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചു. ഇനി ഇതിലോട്ട് നമ്മൾ കോൺഫ്ലോറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് സോസ് തയ്യാറാക്കാനാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. എന്നിട്ട് ഈ കോൺഫ്ലോർ ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കുക. ഈ കോൺഫ്ലോർ ഇങ്ങനെ മൂപ്പിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട പിടിക്കുന്ന പോലെ തോന്നും, കുഴപ്പമില്ല. നമ്മളത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുത്താൽ മതി. അത് കണ്ട എൻ്റെ കോൺഫ്ലോർ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട പിടിച്ചു, കുഴപ്പമില്ല. ഞാൻ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ നല്ലോണം ഇളക്കുമ്പോൾ അത് അലിഞ്ഞു വന്നോളും. അപ്പോൾ അത് ഏകദേശം അലിഞ്ഞു തുടങ്ങിയിട്ട് കോൺഫ്ലോർ അലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ട് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് പാലാട്ടോ ചേർത്ത് കൊടുത്ത് പോകുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം സോസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പാലും വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും വെള്ളവും മതി. നല്ലപോലെ ക്രീമി ആയിട്ട് നല്ല സോസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പാലും വെള്ളം ചേർത്ത് കൊടുക്കുക. പാല് നല്ലപോലെ ചൂടാവട്ടെ കേട്ടോ. ഞാനിതിൻ്റെ ഇടയിലത്തെ കാര്യം മറന്നുപോയി. നമ്മൾ വെളുത്തുള്ളി മൂപ്പിക്കുന്ന സമയത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കേണ്ടതായിരുന്നു. അത് നല്ലൊരു കളർ കിട്ടും കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ.
അപ്പോൾ അത് മറന്നു ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പാനിൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ. പച്ചക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കുത്തെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിലോട്ടൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നോക്കുന്നത്. അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ സോസിലോട്ട് ഒഴിക്കാം. അങ്ങനെ ബട്ടറിൽ മൂപ്പിച്ച നമ്മുടെ കാശ്മീരി മുളക് പൊടി ഈ സോസിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ബട്ടർ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ബട്ടറിൻ്റെ കൂടെ കുറച്ച് ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ചേർക്കരുത്. ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. നമുക്ക് അപ്പോൾ ആവശ്യത്തിലുള്ള എരിവിനുള്ള കുരുമുളക് ചേർക്കാം. എനിക്ക് സ്പൈസി ആവുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളൂ കുരുമുളക്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് ഒറിഗാനോ കേട്ടോ. ഒറിഗാനോയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരേ കൈ കണക്ക് വെച്ചിട്ട് കുറച്ചങ്ങോട്ട് കുടഞ്ഞിടാം. ഇത് കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ കുരുമുളകും ഒറിഗാനൊക്കെ മിക്സ് ആയിട്ട് വന്നു. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ചീസാട്ടോ. ഞാനിവിടെ 2 ഷീറ്റ് ചീസാട്ടോ ചേർക്കുന്നത്. ചീസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. ചീസ് കുറച്ച് കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഈ ചീസ് ഷീറ്റ് തന്നെ വേണമെന്നില്ല, ഇത് ചീസായാലും കുഴപ്പമില്ല. പിന്നെ ഈ പിസയിലൊക്കെ കിട്ടുന്ന മൊസല്ല ചീസ് അത് എടുക്കരുത്. അതെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിക്കിയാവും. പിസയിലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ ആവും. അപ്പോൾ അതല്ലാത്ത ഏത് ചീസും നമുക്ക് എടുക്കാം. ചീസ് എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആവണവർക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമി സോസ് റെഡി ആയിട്ടാ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സോസേജും സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഈ ഡിഷിന് മിക്സിങ് ആട്ടോ ഏറ്റവും പ്രധാനം. നമ്മൾ ഇതൊന്നും പൊടിഞ്ഞു പോകാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് ശരിക്കും വന്ന ടാസ്ക്. അപ്പം ഞാൻ നൂഡിൽസ് ഇനി ഇതിലോട്ട് ചേർക്കാം കേട്ടോ. നൂഡിൽസ് ഇട്ട് വരുമ്പോൾ തന്നെ എനിക്കൊരു സംശയമുണ്ട്, എൻ്റെ പാത്രത്തിൽ കൊള്ളില്ല എന്നുള്ളത്. കൊണ്ടില്ലെങ്കിൽ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പാത്രത്തിൽ കൊണ്ടില്ല, മിക്സ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് മാറ്റിയിട്ടാ. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ കുത്തി ഇളക്കരുത്. കുത്തി ഇളക്കി കഴിഞ്ഞ് ഇത് ഉടഞ്ഞു പോവും. 2 കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പൊക്കിയെടുക്കുക. അടിയിൽ നിന്ന് മുകളിലോട്ട് പൊക്കിയെടുക്കുക. എന്താ നമ്മുടെ ഡിഷ് ഇത്രയ്ക്കുള്ള പണി റെഡിയായി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചാലും നന്നായിട്ടുണ്ട്. ഇത് ശരിക്ക് ഒരു നല്ല ടേസ്റ്റ് അറിയണമെങ്കിൽ പാസ്ത വേണം. പാസ്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഷുവറാണ്, അടിപൊളി ഡിഷായിരിക്കും കേട്ടത്. നമുക്ക് ട്രൈ ചെയ്താൽ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് പാസ്ത ആകുമ്പോൾ. എൻ്റെ പാസ്ത ഉണ്ടായിരുന്നില്ല, അത് കാരണം. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ ക്രിസ്മസിന്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.